I searched the world, but never knew that love was waiting here in you. Not just a feeling, not just a flame, but something sacred in His name. He brought you near and made me see this love was written faithfully. Through every joy, through every loss, we stand today, one love, one cross. One love, one cross, two hearts forever bound by grace. One path, one cause, we walk as one in His embrace. He's the reason, He's the light that brought our souls into the light. One love, one cross, now and always we are His. The vows we speak, the hands we hold, are wrapped in promises of old. A covenant not made by man, but written by the Father's hand. I'll lead with love, I'll follow true. In all I say, in all I do. Through every season, gain or loss, my heart is yours. Through love, through cross. One love, one cross, two hearts forever bound by grace. One path, one cause, we walk as one in His embrace. He's the reason, He's ആശ്വാസമെന്നിൽ തള്ളവിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഈ ക്ഷേതിയിൽ ഇല്ല മറ്റേന്നും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഈ ക്ഷേതിയിൽ ഇല്ല മറ്റേന്നും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മഞ്ഞിലുള്ളൂ, മഞ്ഞിലുള്ളൂ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൽ പാടുക പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരിരും പാണിയിൽ പാടുക പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. തന്നോയിൽ തന്ന ജീവനാഥ
ആശ്രയം യേശുവിൽ ഉള്ളതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നെ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കാൽവരി നാഥനൻ രക്ഷകൻ കൽവരയ്ക്കുള്ളൊന്നുമില്ല കാൽവരി നാഥനൻ രക്ഷകൻ കൽവരയ്ക്കുള്ളൊന്നുമില്ല മറ്റുന്നവൻ പിന്നിൽ കർത്താവായി വാഴുന്നവൻ മറ്റുന്നവൻ പിന്നിൽ കർത്താവായി വാഴുന്നവൻ ആശ്രയമേ സൂര്യൻ ശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഇസ്രായേലിൻ പരിപാലകൻ നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ, ശത്രുവിധിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും നിറയുന്നവനായി. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിലും നിറയുന്നവനായി. യാഹവേ എന്നുമെൻ ദൈവം. സൗന്ദര്യം മനോഹരം മനോഹരം തന്നെ ആ സൗന്ദര്യം വാനമേഘത്തിൽ മഹിമയോടെ അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താണെന്നല്ലോ എന്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മാ യഹോവ യഹോവ എന്നെ സൗഖ്യമാക്കും, ശമ്മാ യഹോവ എന്നും അവനുണ്ട്. ഈ ദൈവമെന്റെ ദൈവം, പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവമെന്റെ ദൈവം, പിതാവല്ലോ എന്താനന്ദം. സർവശക്തനാണല്ലോ എന്റെ ദൈവം, ഇന്നില്ല സാധ്യമൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം.
അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ പിതാവല്ലോ എന്താനന്ദം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന കാതോട് മാലകമായ സ്നേഹത്തിൽ നിറകുടമാ താരാട്ട് പാടി ഉറക്കിടുവാൻ ആകാശവേളയിൽ മാലകമായ സ്നേഹത്തിൽ നിറകുടമാ താരാട്ട് പാടി ഉറക്കിടുവാൻ ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാടിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാടിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കാം കണ്ണും കണ്ണും കാത്തിരുന്നു മഞ്ഞൊരു പൈതലിനാ കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നുവെന്ന് വിവാഹത്തോടുള്ള ബന്ധത്തിൽ തന്നെ തലേ രാത്രിയിൽ ദൈവത്തിന് നന്ദി കരയ്ക്കുവാനായി സ്തോത്രം കരയ്ക്കുവാനായി ദൈവം ചെയ്ത നന്മകൾക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവം നടത്തിയ വിധങ്ങൾക്ക് ദൈവമായ കർത്താവ് സാഹചര്യങ്ങളിൽ വഴികളൊക്കെ ഒരുക്കി തന്നതിനെ ഓർത്തും തുടർമാനമായി നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ സന്ധ്യയിൽ നാം എല്ലാവരും ദൈവത്തിന്റെ പാതവിടെ കൂടി വന്നിരിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. നാം ദൈവത്തിന്റെ പാതപിടത്തിലായിരിക്കുന്ന നിമിഷങ്ങളൊക്കെയും വളരെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും സ്തോത്രത്തോടും കൂടെ ആയിരുന്നുകൊണ്ട് ഈ ദൈവസ്ഥലായിരിക്കുന്ന നിമിഷങ്ങൾ വലിയ അനുഗ്രഹത്തിന്റെ ദൈവപ്രവൃത്തികളുടെ നിമിഷങ്ങളായി തീരേണ്ടതിന് കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പുറം കണ്ണുകളൊക്കെ ഒരു നിമിഷം ദൈവം ഭാഗം അടച്ചിട്ട് ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രഹമാക്കി നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വലിയ അനുഗ്രഹമായി തീരുവാൻ ഈ കുടുംബത്തിന്, ഈ പ്രിയാൽബിന്, നാളെ നടക്കുന്ന ശുശ്രൂഷകൾക്ക്, അവരുടെ കുടുംബജീവിതത്തിന് ഒക്കെ വലിയ അനുഗ്രഹമാക്കി സർവശക്തൻ തീർക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ വലിയ കൃപ അധികമധികമായി പകരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ഒരു പുതിയ ദൗത്യത്തിലേക്ക് പ്രിയാൽബിൻ പ്രവേശിക്കുകയാണല്ലോ. ഒരു പുതിയ കാഴ്ച താൻ വെക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, ആ കൃപകൾ അധികമധികമായി പ്രിയ മകന്റെ മേൽ ദൈവം ചൊരിയേണ്ടതിനായിട്ട് ഒരു പുതിയ ദൗത്യം താൻ ഏറ്റെടുക്കുമ്പോൾ, ഒരു പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെല്ലാം നന്നായി നിർവഹിക്കുവാൻ വേണ്ടതായ എല്ലാ കൃപകളും സ്വർഗത്തിൽ ദൈവം ദാനമായി ചെയ്യേണ്ടതിന് നമുക്ക് അവൻ സഭയായി, അവൻ ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, ദൈവജനമായി ഇവിടെ കൂടി വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നിമിഷം അതിരുകളെ തുറന്ന് ഒരു അല്പസമയം സ്തോത്രം പറയുവാൻ, സ്തുതികളിൽ മേൽ വസിക്കുന്ന പരിശുദ്ധന്റെ വലിയ സാന്നിധ്യത്താൽ ഈ സന്ധ്യയിലെ കൂട്ടായ്മ വലിയ അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം സ്തോത്രം ചെയ്യാം. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ അങ്ങയുടെ പാദാന്തികയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനാപൂർവ്വം അടുത്തു വരുന്ന കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി, എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളെ കരുതുന്ന ദൈവമേ, ഞങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്കൊന്നിനും മുടക്കം വരാതെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന് ഞങ്ങളെ മാനിക്കുന്ന അങ്ങയുടെ മഹാകരുണയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ പിതാവേ, നന്മയൊന്നും മുടക്കിയില്ല നിറവ് ചെയ്തവൻ, നന്മയൊന്നും മുടക്കത്തില്ല നന്ദി ചെയ്തവൻ, എല്ലാ നന്മകളുടെയും ഉറവിടമായിരിക്കുന്ന തമ്പുരാന്റെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടെ ഈ രാത്രി അടുത്തു വരികയാണ്. ഞങ്ങളുടെ വലിയ സാന്നിധ്യവും ദൈവകൃപയും ഞങ്ങളുടെ മേൽ അധികമധികമായി പകരുവാൻ കർത്താവെ, ഞങ്ങൾ സ്തോത്രാർപ്പണത്തോടെ ഈ സന്ധ്യയിൽ അങ്ങയുടെ പാതപടിയായിരിക്കുന്നത് വലിയ അനുഗ്രഹമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവത്തോളം ആദരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ദേശത്ത് അങ്ങയുടെ മക്കളെ ആദരിച്ച മാനിച്ച ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്.
എല്ലാവിധമായ നന്മകളും ഈ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നൽകി ദൈവമായ കർത്താവെ അവരെ എത്രത്തോളം കൊണ്ടുവരുവാൻ അവിടത്തേക്ക് പ്രസാദം തോന്നിയതിനായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. പിതാവേ, പ്രാർത്ഥന കേൾക്കുന്നതയും തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന നിരസിക്കാത്തതയും തമ്പുരാൻ ഞങ്ങളുടെ മക്കളുടെ പ്രാർത്ഥന കേട്ട് ദൈവമേ തലമുറകളുടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി ആമിന്റെയും ആദരിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് തക്ക തുണിയൊരുക്കുന്ന പരിശുദ്ധനായ ദൈവം തമ്പുരാൻ പ്രിയ പൈതലാൽവിന് വേണ്ടി കുടുംബങ്ങളായി സഭയായി പ്രാർത്ഥിച്ചു. തക്കതായ തുണിയൊരുക്കി അവര് പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് കർത്താവെ അതിന്റെ വിവാഹ നിശ്ചയമൊക്കെ നടത്തി. നാളെ ദൈവികമായാൽ അതിന്റെ വിവാഹ ശുശ്രൂഷകളെക്കൊക്കെ പ്രവേശിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന് മുന്നോടിയായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കുന്നത് വലിയ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നത്, അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതെല്ലാം കർത്താവെ ഞങ്ങൾക്കും ഈ കുടുംബത്തിനും ഈ ശബ്ദവരുതിയിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ മഹനീയ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവേ, അങ്ങയോട് ഒരുമിച്ചുള്ള ഞങ്ങളുടെ കൂട്ടായ്മ വലിയ അനുഗ്രഹമാക്കി അവിടെ തീർക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധിയാത്മാവാം ദൈവമേ, സകല ശുശ്രൂഷകളും അവിടുന്ന് ഭരമേറ്റ് നടത്തുന്നതിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകളിൽ ഇന്ന് രാത്രി തലവണക്കിരിക്കുന്ന ഗണമക്കളെയും ദൈവദാസിദാസന്മാരെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി സർവശക്തൻ തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉള്ളത്തെ അറിയുന്നതെയും ഉള്ളതുപോലെ അറിയുന്നതെയും ഹൃദയങ്ങളെയും വിചാരങ്ങളെയും നിരൂപണങ്ങളെയും സകലതും അറിയുന്ന തമ്പുരാന്റെ ശബ്ദം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചില ജീവനുകൾക്ക് അത് ആശ്വാസമായി തീരുവാൻ, ചില വ്യക്തികൾക്ക് അത് സമാധാന സന്തോഷമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്താട്ടെ. കർത്താവേ, പ്രിയ ആൽവിന് വേണ്ടി വിശേഷാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ ജന്മം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ പരിപാലനത്തിന്റെ ചറയിൽ തന്നെ കാത്തു സൂക്ഷിച്ചു. സമയാസമയങ്ങളിൽ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം ദൈവമായി കർത്താവ് ഒരുക്കി കൊടുത്തു. ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ട സാഹചര്യങ്ങളെല്ലാം നൽകി, പഠിക്കുവാനുള്ള കൃപ നൽകി, ബുദ്ധി നൽകി, ജ്ഞാനം നൽകി, കർത്താവെ അറിവ് നൽകി. മാനിച്ച കർത്താവിന്റെ കരുണയ്ക്കായി സ്തോത്രം. ഉന്നതമായ നിലയിൽ ഔദ്യോഗിക തലങ്ങളിലൊക്കെ പ്രവേശിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവമേ, അവിടുത്തെ എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറഞ്ഞപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വത്സ്യാന്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദാസിയോട് കൂടെ ഇരുന്നിടത്തോളം ദൈവം ബലപ്പെടുത്തി. ആമേ കർത്താവെ, വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം ക്രമീകരിപ്പാൻ തക്കവണ്ണം ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട കർത്താവെ, ചർച്ചക്കാരായി ബന്ധുക്കളായി എല്ലാവരും കർത്താവെ കഴിഞ്ഞ ചില നാളുകളായിട്ട് അധ്വാനം ചെയ്തു. കർത്താവെ, എല്ലാത്തിനും മനോഹരമാക്കി തീർക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ രാത്രി ഞങ്ങളുടെ പാതപടിയായിരിക്കുക. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളിൽ പകരണമേ. എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധിയാത്മാവ് നയിച്ചാട്ടെ. ഈ സന്ധ്യായാമത്തിലെ കൂട്ടായ്മയിൽ സംബന്ധിപ്പാനായി ഈ കുടുംബത്തെ സ്നേഹിച്ച് ക്ഷണം സ്വീകരിച്ച് വരുന്ന എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രകളിൽ കൂടിയിരുന്ന വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ച് ക്ഷേമമായി സുരക്ഷിതരായിട്ട് എല്ലാവരും വന്നു ചേരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളായി, ചർച്ചക്കാരായി, സ്നേഹിതരായി, സുഹൃത്തുക്കളായി, ഭവനക്കാരായി, അഭ്യുദയകാംക്ഷികളായി വരുന്ന എല്ലാവർക്കായും സ്തോത്രം ചെയ്തു. കർത്താവേ, അവിടുത്തെ കൃപയിൽ ഞങ്ങൾ എല്ലാവരെയും പുതിയ മാർഗണം പരിശുദ്ധിയാത്മാവാൻ ദൈവം ശുശ്രൂഷകൾ നാച്ചാട്ടെ. സകല ഭക്തവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അറിയാവുന്ന ഒരു പാട്ട്, എത്ര നല്ലവൻ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിരുന്നവൻ എന്ന പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒരൽപ്പസമയം നമുക്ക് പ്രാരംഭത്തിൽ സ്തുതിച്ച് മകത്ത് കൊടുക്കാം. എത്ര നല്ലവൻ എന്റെ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്റെ യേശു നായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ചെയ്തവൻ എന്നെ സേവിച്ചവൻ. ഹല്ലേലൂയ. ചെയ്തവൻ എന്നെ സേവിച്ചവൻ. ഹല്ലേലൂയ. എന്റെ സുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ.
നമുക്ക് മുൻപിലാ നൽവഴികളെ ഒരുക്കിടുന്നവൻ നന്ദിയായി പാടും ഞാൻ നല്ലവനേശുവേ നാടെങ്ങും ഘോഷിക്കും സ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ നാടെങ്ങും ഘോഷിക്കും സ്നേഹത്തെ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ പ്രിയരെ വരൂ പ്രതികൂലമാകുമ്പോൾ പാരിലേറിടൂ പ്രയാസവേളയിൽ പ്രിയരെ വരൂ പ്രതികൂലമാകുമ്പോൾ പാരിലേറിടൂ പ്രയാസവേളയിൽ പൊന്നുനാം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ ഏകണേ ദാസരി പൊന്നുനാം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ ഏകണേ ദാസരി എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ അവനെണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ അവനെണ്ണിയാൽ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ ഒരുക്കിടുന്നവൻ നായകനവൻ നമുക്ക് മുൻപിലാ നൽവഴികളെ ഒരുക്കിടുന്നവൻ അവൻ നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ നാടെങ്ങും ഘോഷിക്കും സ്നേഹത്തെ നന്ദിയാൽ പാടും ഞാൻ നല്ലവനേശുവേ നാടെങ്ങും ഘോഷിക്കും സ്നേഹത്തെ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ പ്രിയരെ വരൂ പ്രതികൂലമാകുമ്പോൾ പാരിലേറിടൂ പ്രയാസവേളയിൽ പ്രിയരെ വരൂ പ്രതികൂലമാകുമ്പോൾ പാരിലേറിടൂ പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ ഏകണേ ദാസരിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ ഏകണേ ദാസരി എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തു നടത്തിയിടുന്നവൻ എത്ര നല്ലവൻ എന്നേശുനായകൻ ഏതു നേരത്തു നടത്തിയിടുന്നവൻ അവൻ എണ്ണിയാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ അവൻ എണ്ണിയാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എന്നേശുനായകൻ
Praise the Lord. കരങ്ങളെല്ലാം ഉയർത്തി നമ്മുടെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. നയിക്കപ്പെടേണ്ടതിനായിട്ട് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായിട്ട് വരുന്ന എല്ലാവരുടെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. അവരുടെ വാഹനങ്ങളൊക്കെ ദൈവം നിയന്ത്രിച്ച് ക്ഷേമമായി സുരക്ഷിതരായിട്ട് എല്ലാവരും വന്നു ചേരുവാനും അതിൽ സംബന്ധിക്കുന്നവർക്ക് എല്ലാവർക്കും ആശ്വാസവും അനുഗ്രഹമായി ദൈവം തീർക്കേണ്ടതിനായിട്ടും ദൈവദാസന്മാരെ ദൈവം അതിനായിട്ട് നിയോഗിക്കുവാൻ അഭിഷേകം ചെയ്യുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ പ്രിയ കുഞ്ഞുങ്ങൾക്ക്, പ്രിയ ആൽബിൻ, പ്രിയ പേഴ്സസ്, അവർ പുതിയൊരു തുടക്കത്തിന് ആരംഭം കുറിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ എല്ലാ പ്രസാദവും അങ്ങയുടെ മക്കളുടെ ദൈവം പകരുവാൻ, എല്ലാ കൃപകളാലും ദൈവം നിറയ്ക്കുവാൻ, നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ വേണ്ടതായ എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കുവാൻ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീകമായി ഭൗതികമായും വേണ്ട എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും ഉയരത്തിൽ നിന്ന് പ്രദാനം ചെയ്യേണ്ടതിനായിട്ട് മാതൃകാപൂർണമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ, വിജയകരമായ കുടുംബജീവിതം നയിപ്പാൻ, സന്തോഷപൂർണമായ കുടുംബജീവിതം നയിപ്പാൻ അവരനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഇരു കുടുംബത്തിനും ഇരു സഭകൾക്കും ബന്ധുമിത്രാദികൾക്കും ചാർച്ചക്കാർക്കും ഒക്കെ അവൻ അനുഗ്രഹമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്തോത്രത്തോടെ ദൈവത്തിന്റെ പാദവിടയായിരിക്കുമ്പോൾ ആമേ ഈ കൂടിവരും അനുഗ്രഹമായി തീരുവാൻ, നാളത്തെ വിവാഹ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാൻ പരിശുദ്ധിയാത്മാവ് നയിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ആമി കർത്താവിന്റെ ദാസന്മാരായ പ്രിയ റുചിച്ചായനും ഈ നമ്മുടെ ബേബിച്ചാൻ ഇവിടെയുണ്ടോ? ആന്റിയുടെ ആംഗിള പൗലോസിറ്റാനും അവർ രണ്ടുപേരും ദൈവസ്തുതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ സ്വർഗീയ പിതാവേ, പിന്നെ നന്ദിയോടെ തന്നെ സ്തുതിക്കും വാഴ്ചയും ചെയ്യാണ്. ഈ നല്ല സമയത്തെ ഓർക്കുമെന്ന് സ്തുതിക്കുന്ന പകർക്കാലം എല്ലാം ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചു. വിവിധ സ്ഥലങ്ങളായിരിക്കും ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ സന്നിധിയിൽ ഈ സമയത്ത് കടന്നു വരുവാൻ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു. ശേഷാല് പിതാവേ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ മീറ്റിങ്ങിന് ദൈവവരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്തൊക്കെയും നിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുവാൻ ഞങ്ങളുടെ എവിടെയും അനുഗ്രഹത്തെ കാരണമായിട്ട് തീരുവാൻ ഇടയാകുമാറാകണമേ. ശേഷാല കർത്താവേ, പ്രിയ ആൽബിനെ ദൈവവരങ്ങൾ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ പൈതലിനെ ഇതുവരെ നീ പരിപാലിച്ചു, ഇത്രത്തോളം മാനിച്ചു. നീ ചെയ്ത സകല നന്മകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾ കർത്താവെ പൽക്കാലം വിവാഹ ശുശ്രൂഷയിലെ കർത്താവെ നിന്റെ മകനെ ദൈവവരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിന്റെ നിറവിലായി തീരുവാൻ, അനുഗ്രഹത്തോടെ ആയി തീരുവാൻ, അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ ആൽബിനെയും പ്രശസ്തിനെയും ദൈവവരങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരു പുതിയ തുടക്കത്തിലേക്ക് അവർ കാലെടുത്ത് വെക്കുമ്പോൾ ദൈവിക സാന്നിധ്യം അവരുടെ കൂടിയിരിക്കുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതം ഏറെ ധന്യമായിട്ട് തീരുവാൻ, ദൈവത്തിന് പ്രസാദകരമുള്ള ആയിട്ട് തീരുവാൻ, അനേകർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം അവരെ സഹായിക്കണം. ദേശത്തിന്, കർത്താവ്, സഭയ്ക്ക്, കുടുംബത്തിന് എല്ലാം അനുഗ്രഹമായിട്ട് അവരെ രണ്ടുപേരെയും നീ മാറ്റുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആത്മീക ഭൗതിക അനുഗ്രഹങ്ങളാലും അവരെ നീ നിറയ്ക്കുകയും വഴി നടത്തുകയും ദൈവകൃപയില് കർത്താവരെ നീ കാക്കുകയും ചെയ്യുമാറാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ്, നാളെ കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കണമേ. യാത്രയിൽ കർത്താവ് നീ കൂടെ ഇരിക്കണം. കർത്താവ് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷമേലും പരിശുദ്ധാത്മാവിന്റെ കർത്താവ് സാന്നിധ്യം അനുഭവിക്കാൻ എല്ലാവരെയും ഇടയാക്കി തീരണം. എല്ലാ കാര്യങ്ങളും കർത്താവ് ചന്തോചിതമായിട്ട് തീരുവാൻ, ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് തീരുവാൻ ഇടയാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കരങ്ങളിൽ പിന്നെയും നിന്റെ മകനെയും പ്രസിനെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാണമേ. ഇന്നത്തെ ഈ രാത്രി സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും കൂടെ ഇരിക്കണം. ദേവദാസിനെയും ദൈവങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുവാൻ ദൈവം സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മഹത്വം ഞങ്ങൾ നൽകുന്നു. പ്രാർത്ഥന ഇരിക്കുന്ന പ്രിയായിട്ട് സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ അതിധന്യ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവെ ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാനും തിരുമുഖത്തേക്ക് നോക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾക്ക് അവിടുന്ന് സാവകാശം നൽകി തന്നതിനായി സ്തോത്രം. കർത്താവെ, നാളെ നടക്കുന്ന പ്രിയ ആൽബിന്റെ വിവാഹ ശുശ്രൂഷയുടെ ബന്ധത്തിൽ ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ കർത്താവെ അവിടുത്തെ പാദപീഠത്തിങ്കൽ സഭയായിട്ട്, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാരായിട്ട്, കർത്താവെ അയൽവക്കങ്ങളായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ സന്നിധിയിരിക്കാൻ കർത്താവെ അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ, പ്രിയ ആൽബിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഈ ദിവസം വരെയും അവിടുത്തെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. കർത്താവെ, അവന്റെ വളർച്ചയുടെ എല്ലാ സാഹചര്യങ്ങളും, പഠനത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും കർത്താവെ, ജോലിയോടുള്ള ബന്ധത്തിൽ എല്ലാത്തിലും അവിടുത്തെ കൃപ വ്യാപരിച്ചു കർത്താവെ. ഇപ്രകാരം അവനെ അവിടുന്ന് നിലനിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ,
തക്ക സമയത്ത് കർത്താവെ അവന് വേണ്ടി ഒരു തുണയെ അവിടുന്ന് കർത്താവെ തെരഞ്ഞെടുത്ത് കർത്താവെ അത് ഞങ്ങൾക്ക് മുമ്പിൽ കർത്താവെ ഏൽപ്പിച്ചു തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷ അത് ഏറ്റവും ഭംഗിയായിട്ട് തീരുവാൻ തക്കണം കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രിയ മക്കളുടെ വിവാഹത്തിന് വേണ്ടി തുടർന്നുള്ളവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തക്കണം കർത്താവെ. ഇന്ന് രാത്രി അവിടെ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളത്തെ വിവാഹ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ തക്കണം. അത് വന്ന് സംബന്ധിക്കേണ്ടവരൊക്കെ കർത്താവെ ദാസൻ വന്ന് സംബന്ധിപ്പാൻ തക്കണം കർത്താവെ. അതിന്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസന്മാരൊക്കെ കർത്താവെ തക്ക സമയത്ത് കടന്നു വന്ന ശുശ്രൂഷകൾ യാതൊരു കർത്താവെ തടസ്സം കൂടാതെ ഭംഗിയായിട്ട് നിവർത്തിയിരിക്കാൻ തക്കുന്ന കർത്താവെ. നീ എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് കർത്താവെ നിന്നിലല്ലാതെ ആശ്രയിപ്പാൻ വേറൊരു കർത്താവെ മുഖമില്ലല്ലോ കർത്താവെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നിൽ ആശ്രയിച്ചിട്ടുണ്ട് കർത്താവെ. ഈ നാളിൽ ആയിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രിയ ആൽവിന് വേണ്ടി കർത്താവെ ഒരുക്കിയിരിക്കുന്ന പേഴ്സസിനെ കുടുംബമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാളത്തെ വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവെ അവര് കർത്താവെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ രണ്ട് ദേശങ്ങൾ തമ്മിൽ കർത്താവെ ഒരുമിച്ച് ഒരു കൂട്ടായ്മയിലേക്ക് ആയിത്തീരുമ്പോൾ കർത്താവെ ഇരു കുടുംബങ്ങളെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി കാലം ഞങ്ങൾ തിരുസന്നിധിയിൽ തലവണയ്ക്കിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്പെടുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് കർത്താവെ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സാഹചര്യങ്ങളെയും കർത്താവെ കാലാവസ്ഥയും മറ്റെല്ലാം കർത്താവെ അവിടുന്ന് നമുക്ക് അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ ഞങ്ങൾ കർത്താവ് ഇവിടെ ആയിരിക്കുമ്പോൾ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളിലും കർത്താവെ അത് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കർത്താവ് ശുശ്രൂഷ മുഖാന്തരമാക്കി അവിടുന്ന് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ പാസ്റ്ററെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുത്തെ ആത്മാവിനെ നിയന്ത്രണത്തിൽ നിറവിലും കർത്താവെ ശുശ്രൂഷ കർത്താവെ പ്രിയ പാസ്റ്ററെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വം കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമീൻ. കുടുംബത്തിന്റെ ആമീൻ സഹോദര കുടുംബങ്ങള് ആമീൻ പ്രിയ ആമീൻ ബന്ധുമിത്രാദികളായി ചർച്ചക്കാരായി അയൽഭവനക്കാരായി ദൂരെ നിന്ന് സഭാവിശ്വാസികളായിട്ടൊക്കെ വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ നിങ്ങൾ ആഴമായി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ രാത്രി നിങ്ങൾ എത്രയും പേര് ഇതിനകത്ത് ആയിരിക്കുന്നത്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ചും പ്രിയ ആൽബിന്റെ വിവാഹം തന്റെ കുടുംബജീവിതമെല്ലാം മംഗളകരമായി തീരുവാൻ അനുഗ്രഹപൂർണമായി തീരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. വിശേഷിച്ചും പ്രിയ ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ അലാട്ടറി എന്നുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവർ നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർ ഹിന്ദി മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. എനിക്ക് ഹിന്ദി അറിയത്തില്ല. പ്രിയ രാജ് ബ്രദർ, ഗീതാ സിസ്റ്റർ, അവരോടൊപ്പം വന്ന പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ വന്ദനം പറയുകയാണ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥന നിരസിക്കാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് നമുക്ക് വേണ്ടതെല്ലാം സമയാസമയങ്ങളിൽ നൽകുന്ന ദൈവമാണ്. പടിപടിയായി നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന, ആവശ്യങ്ങൾക്കൊന്നിനും മുടക്കം വരാതെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് നമ്മളെ മാനിച്ചു നടത്തുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ജീവനുള്ള ദൈവം, തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഈ കുടുംബം കഴിഞ്ഞ നാളുകളിൽ പ്രിയ മകൻ ആൽവിന് വിവാഹ ജീവിതത്തിന് വേണ്ടി, കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭയായും ഞങ്ങൾ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നത് ഒരു 6 മാസത്തിന് മുമ്പാണ് പ്രിയ വത്സ്യാന്റി സഭയിൽ ഈ വിഷയം പറഞ്ഞത്, ആൽവിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ സഭയായ വിഷയത്തെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മാസം ആയില്ല, അതിനു മുമ്പ് അവനൊരു വിവാഹത്തിന്റെ കാര്യങ്ങൾ വന്നു. തൊട്ടടുത്തു നിന്നാണ്, ഈ കുടുംബമൊക്കെ അറിയുന്നവരാണ്. ആ കാര്യങ്ങളൊക്കെ ക്രമീകൃതമായി നടക്കുവാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച അതിന്റെ എൻഗേജ്മെന്റ് നടന്നു. നാളെ ദൈവികതമായാൽ ആ വിവാഹ ശുശ്രൂഷകൾ നടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കുടുംബജീവിതം ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഒരുക്കുവാൻ ആൽമിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവാനാണ്. ഭാഗ്യവാൻ. വലിയ ടെൻഷനൊന്നും ഉണ്ടാകേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എന്റെ അറിവ്. കാര്യങ്ങളൊക്കെ നല്ല നിലയിലൊക്കെ ചെയ്യുവാനും ഇത്രത്തോളം വരുവാനും ദൈവമായ കർത്താവ് അവസരങ്ങൾ ഒരുക്കി. അൽസി ആന്റി, പ്രിയാച്ചാനൊക്കെ നന്നായി കഷ്ടപ്പെട്ട്
അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി, എല്ലാ കാര്യത്തിലുമൊക്കെ നല്ല നിലയിൽ സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നു. ആ ദൈവത്തിന്റെ വലിയ കരുതലിനായി, ദൈവത്തിന്റെ വലിയ ആ സൂക്ഷിപ്പിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഉന്നതമായ വിദ്യാഭ്യാസത്തിലേക്ക് ദൈവം പൈതലിനെ കൊണ്ടുവന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ജോലി മേഖല ഒരുക്കി കൊടുത്തു. ആമേൻ. ദൈവം തനിക്കായിട്ടും തക്ക സമയത്ത് തക്കതായ തുണയൊരുക്കി. BSc നഴ്സിംഗ് കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആമേൻ. അവർക്ക് ഒരുമിച്ച് പോകുന്നിടത്ത് താമസിച്ച് ജോലി ചെയ്യുവാനും ഉള്ള എല്ലാ സാധ്യതകളും ദൈവമായ കർത്താവ് ഒരുക്കി. അതിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു അല്പസമയം ആൽബിൽ നിന്ന് ഒരു ചെറിയ സാക്ഷ്യം, ഒരു 2 മിനിറ്റ് ആൽബിൻ നമ്മോട് പങ്കുവെക്കും. അതിനായിട്ട് ഈ സമയം ആൽബിനെ ക്ഷണിക്കുക. ദൈവനാമത്തിന് മഹത്വപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം സഹായിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എന്നെയും ഇവിടെ ഇരിക്കുന്ന എനിക്ക് എല്ലാവരും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എന്റെ ജീവിതം എല്ലാം അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് സാക്ഷ്യത്തിന്റെ എന്ന് പറഞ്ഞ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഇതുവരെയും ദൈവം സഹായിച്ചു. ഇപ്പോൾ ഈ സമയത്തൂടെ നിൽക്കുമ്പോൾ ജസ്റ്റ് ഇപ്പൊ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് മെമ്മറിയിലേക്ക് നോക്കി എന്ത് പറയണമെന്നുള്ളില്ല. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഞാൻ ഒരുങ്ങിയിട്ടൊന്നല്ല സാക്ഷ്യത്തിന് പറയാൻ നിൽക്കുന്നത്. സങ്കീർത്തനം 127 പറയുന്നത്, യഹോവ വീട് പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അപ്പൊ എനിക്കിതുവരെ നിൽക്കുമ്പോ പറയാം, ഇതുവരെ ഞാൻ നിൽക്കുന്നത് യഹോവ ഞങ്ങളുടെ ഇവിടെ വീട് പണിതതിനാലാണ്. പപ്പയും മമ്മി ആയിരുന്നപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളിൽ യഹോവ ഞങ്ങൾക്ക് വേണ്ടി വീട് പണിതു, അതിനാൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ സാധിച്ചു. നമ്മൾ വേറൊരു വാക്യത്തിൽ പറയണല്ലോ, ക്രിസ്തു മൂലക്കല്ലായി കല്ലിനോട് ചേർത്ത് വെച്ചു. ഞങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ നോക്കുമ്പോൾ ഇതുപോലെ ആ കല്ലിനോട് ചേർത്ത് വെച്ച് പണിതു. അപ്പം ഒരു കല്ലിനോട് ചേർത്ത് വെച്ച് പണിയുമ്പോ ആവശ്യമില്ല, മീൻസ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ കറക്റ്റ് അടർത്തി മാറ്റേണ്ടതിന് അടർത്തി മാറ്റി കൂടുതൽ നന്നായി ചേർന്ന് പണിയാൻ വേണ്ടി ദൈവം സഹായിച്ചു. ഇനി ഇതുവരെ എനിക്ക് പറയാൻ സഹായിച്ചത് പപ്പയും അമ്മയ്ക്കും അവർക്കൊരു കുടുംബമായി ദൈവം അവരുടെ വീട് പണിതു, അതിനാൽ എനിക്ക് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതിനാണ്. ഇനി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവഹിതമായ നാളെ ഞങ്ങൾ ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ദൈവം പണിയുന്നതിന് വേണ്ടി നമ്മൾ വാക്യത്തിൽ പറയുന്ന പോലെ പാറയിൽ അടിസ്ഥാനമിട്ട വീട് പോലെ തന്നെ പണിയാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ഇതുവരെ ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഓരോ സമയത്തും ഒപ്പം കൂടെ ഉണ്ടായിരുന്ന, ഇപ്പൊ ബൈബിളിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ എന്താ പറയുക, ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പിലും സഹായിച്ച, കറക്റ്റ് ചെയ്യേണ്ട മേഖലകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞു തന്ന, അതുപോലെ ഞങ്ങളോടൊപ്പം സന്തോഷത്തിലുണ്ടായിരുന്ന, സങ്കടത്തിലും ഉണ്ടായിരുന്ന, എല്ലാ സ്റ്റേജിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന, ഈ സമയം വരെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അത് വിശേഷാൽ ഫാമിലി ആയിട്ടും, ചേരാടി ഫാമിലിയും വീപ്പനാട്ട് ഫാമിലിയും, അതുപോലെ തന്നെ അയൽക്കാരും, ഇതുവരെ ഉണ്ടായിരുന്ന സഭ, ഏതെല്ലാം സ്ഥാനത്ത് ഞാനായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ദൈവം ആ മേഖലകളിലെല്ലാം ദൈവം എന്നെ നടത്തി. അതിൽ ഒരു മെറിറ്റ് പറയാനോ ഒന്നുമില്ല. ദൈവത്തിന്റെ ആ ഒരു ഗ്രേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ദൈവം നിർത്തിയത്. ഇനിയും ദൈവം ആക്കുന്ന കാലത്തോളം ആക്കുന്ന സ്ഥാനത്ത് മാതൃകയോടെ നിൽക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിർത്തുന്നു. ദൈവം മാത്രം മഹത്വപ്പെടാറായിട്ട്. ഞാൻ സ്തുതി പാടിടും എന്റെ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചെല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും
എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമുക്ക് എത്രത്തോളം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ആൽബിൻ തന്റെ ജീവിതത്തിന്റെ നിന്ന് ഒരല്പ കാര്യങ്ങൾ നമ്മളുമായിട്ടൊക്കെ പങ്കുവെക്കുവാൻ തന്നെയും ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. ഈ ചേറാടി കുടുംബത്തെ ദൈവം എത്രത്തോളം മാനിച്ചു. ആമേനോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കുടുംബത്തിൽ പ്രിയ പോളച്ചാന്റെ സഹോദരങ്ങൾ, പ്രിയ വത്സ്യാന്റിയുടെ സഹോദരങ്ങളൊക്കെ അവരുടെ ആ ഒരുമ, ഐക്യത എനിക്ക് തോന്നുന്നു ഞങ്ങളോട് വരുമ്പോഴൊക്കെ ഇവരിവിടെയുണ്ട്. ആമേൻ. ഒരാഴ്ചക്ക് മേളായി എനിക്ക് തോന്നുന്നു, 1 മാസത്തോളൊക്കെയായി ഇവരെല്ലാവരും ഇവിടെ അത്യധ്വാനം ചെയ്യുകയാണ് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുവാൻ. ഒരു പിതാവിന്റെ അഭാവം ആമേൻ ഇവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാത്ത നിലവാരത്തിൽ അവരെല്ലാം ആ നിലയിൽ ആ കാര്യങ്ങളെ ചെയ്തു. അവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ സഹോദരന്മാര് ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നുവെന്ന. ഹല്ലേലൂയ. അവൻ ഈ ഭൂമിയിൽ അല്പായുസ് ദൈവം തന്നിരിക്കുന്നത് അവൻ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഒരു മനസ്സോടെ ഒരുമപ്പെട്ട് അവൻ ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ അതിൽ പരം സന്തോഷകരമായിട്ടുള്ള ജീവിതം അനുഭവം വേറെ ഒന്നുമില്ല എന്ന തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ കൂടി വന്നിരിക്കുന്ന നാളെ നടക്കുന്ന വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ചുള്ള അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടൊക്കെയാണല്ലോ. വിവാഹിതരായിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. വിവാഹം ആമൻ ചെയ്യുവാൻ വേണ്ടി, നടക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. വിശേഷാൽ ആൽബിൻ നാളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം ദൈവവചനമാണ്. ദൈവമായ കർത്താവ് കുടുംബത്തെ പണിയുന്നു. കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണ്. വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്. ആ കുടുംബ ജീവിതം അനുഗ്രഹപൂർണമായ നിലയിൽ സമാധാനപൂർണമായി, സന്തോഷപൂർണമായി, വിജയകരമായി ഉയർച്ച പ്രാപിക്കുവാൻ എന്തൊക്കെയാണ് ആ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം അടിസ്ഥാനമാക്കി ഒരു കുടുംബം പണിയുവാൻ തയ്യാറായാൽ ആ കുടുംബം പരാജിതമാകത്തില്ല, അത് അനുഗ്രഹപൂർണമായി തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആൽവിൻ അതുകൂടെ പരാമർശിച്ച സാക്ഷ്യത്തിലൂടെ ആ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത ഒരു നല്ല ഭവനമായി പണിയപ്പെടുവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആൽവിൻ പറയുകയുണ്ടായി. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ ആൽബിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ടതായി കുടുംബജീവിതം പണിയുവാൻ ഇരുവരെയും ദൈവമായി കർത്താവ് ഒരുക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആൽബിന്റെ ജന്മം മുതൽ ഇതുവരെയും ആൽബിന് ഒരുപാട് നന്മകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലേ? കിട്ടിയോ? ഉണ്ട്. തന്റെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. താൻ തന്നെ സ്വായത്തമാക്കിയ ഒരുപാട് നന്മകൾ തന്റെ ജീവിതത്തിൽ തനിക്ക് അനുഭവിക്കുവാനായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും തനിക്ക് ലഭിച്ചതിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നന്മയാണ് നാളെ തനിക്ക് ലഭിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് സ്വോത്രം പറയുന്നത് വെച്ച് കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ദൈവമക്കളാണ്. നല്ലൊരു ആലോചന കേട്ട ഒരു സ്വോത്രം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇതുവരെയും തന്റെ മാതാപിതാക്കളോ തന്റെ ബന്ധുക്കളോ സഹോദരങ്ങളോ താൻ തന്നെയോ സായിത്തമാക്കിയ നന്മകളാണ് ആൽവിൻ അനുഭവിച്ചതെങ്കിൽ നാളെ ലഭിക്കുന്നത് ദൈവം നൽകുന്ന ഒരു നന്മയാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ 18-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഭാര്യയെ കിട്ടുന്നവന് നന്മ. പറഞ്ഞേ സഹോദരിമാര്, ഭാര്യമാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഭാര്യയെ കിട്ടുന്നവന്, നിങ്ങള് ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് പറഞ്ഞേ നന്മയായിരിക്കണം, അല്ലേ? അവന് ദൈവത്തിൽ നിന്ന് പ്രസാദം ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഭാര്യ ഭർത്താവിന് ദൈവം നൽകുന്ന പ്രസാദമാണ്, അല്ലെ? ആ ഒരു നന്മ, അതിന്റെ മൂല്യമെന്ന് പറയുന്നത് അത് നൽകുന്നയാളിന്റെ മഹത്വവും പ്രാധാന്യത്തിനും ഒത്തവണ്ണമാണ്. ആരാണത് നൽകിയത് അതിനനുസരിച്ചാണ് അതിന്റെ മൂല്യം. വിലയല്ല, അതിന്റെ മൂല്യം. ആരാണ് ഈ നന്മ തന്നത് അത്രയും അതിനോടനുബന്ധിച്ചാണ്, ആ നിലവാരത്തിലായിരിക്കും ആ നന്മയെ കൈകാര്യം ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്. ഇത് നൽകുന്നത് ലോകത്തിലുള്ള ഒരു മനുഷ്യനല്ല. ആൽബിന്റെ ബന്ധുക്കളോ ചാർച്ചക്കാരോ അച്ചായന്മാരോ
ആ ചാച്ചന്മാരോ അവരാരും കൊടുക്കുന്നതല്ല, അവരെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നൽകുന്നത് തന്നെ സ്നേഹിച്ച് തന്നെ നടത്തിയ, ഇതുവരെ പരിപാലിച്ച തന്റെ ദൈവമായ കർത്താവാകും. ആ ദൈവം നൽകുന്ന നന്മ തന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഇതുവരെ ലഭിച്ചതിനേക്കാളൊക്കെ ഏറ്റവും മൂല്യമുള്ള ഒരു നന്മയാണ് ലഭിക്കാൻ പോകുന്നത്. കേട്ടോ ആൽവിനെ? അപ്പോ ഏറ്റവും മൂല്യമുള്ള ഒരു ഉപകാരം നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഹലോ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് പ്രതികരിച്ചേ. ഏറ്റവും മൂല്യമുള്ള ഒരു നന്മ നമുക്ക് ലഭിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു കുപ്പത്തൊട്ടി കൊണ്ടിടും, അല്ലേ? അല്ലെങ്കിൽ അടുക്കളയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുവെക്കും. പിന്നെ എന്ത് ചെയ്യും? പറ. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് നല്ല നിലവാരത്തിൽ അതിനെ കൊണ്ടുവെക്കും, അങ്ങനല്ലേ? അത് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യും. ഈ നന്മയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ കെയറായി സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. കെയറായിട്ട് ഇതിനെ സൂക്ഷിച്ചില്ലെങ്കിൽ ലഭിച്ചയാള് സൂക്ഷിക്കണം, വേറെ ആളല്ല. ലഭിച്ചയാൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകുവാൻ സാധ്യതയേറെയുള്ളതാണ്. ആമേൻ. അതുകൊണ്ട് ഈ നന്മ ആൽബിന് നാളെ ലഭിക്കാൻ പോകുക, ദൈവത്തിന്റെ പ്രസാദം ലഭിക്കാൻ പോകുക. ഒരു സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ വിവാഹം, കുടുംബം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തയിൽപ്പെട്ട കാര്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയ ആലോചനയല്ല, ചിന്തയല്ല. ദൈവം സ്ഥാപിച്ചതാണ് വിവാഹം. ആമേൻ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഏദൻ പർദീസയിൽ ആമേൻ യഹോവയായ ദൈവം തമ്പുരാൻ ആദമിനെ സൃഷ്ടിച്ചു, പരിപാലിക്കുവാനായി, നോക്കി നടത്തുവാനായിട്ട് നിയമിച്ചാക്കി. ഒരുപാട് ജന്തുജാലങ്ങളും പക്ഷിജാലങ്ങളും സസ്യജാലങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. ഈ ആദം അതിനെല്ലാം പരിപാലിച്ച് സൂക്ഷിച്ച് ആക്കി കൊണ്ടു നടക്കുകയായിരുന്നു. എങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ആദമിന്റെ ഹൃദയത്തിനകത്ത് എവിടെ ഒരു ശൂന്യത ഉള്ളതായിട്ട് ദൈവത്തിന് തോന്നി. ഒരിക്കൽ ആദമിന്റെ മുമ്പിലേക്ക് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച സകല പറവജാതികളെയും പക്ഷിജാതികളെയും മൃഗജാലങ്ങളെയും കൂടെ കടത്തിവിട്ടു. അതുകൊണ്ട് ആദം അതിനെല്ലാം പേരിട്ടു. ആദമിട്ട പേരെന്ന് അതിനൊക്കെ ഉള്ളത്. ഒരു മനുഷ്യന് അതിന് മാറ്റാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. എന്തിനാണ് ദൈവം തമ്പുരാൻ ഈ ആദമിന്റെ മുമ്പിലൂടെ ഈ സകല ജീവജാലങ്ങളെ കടത്തിവിട്ടത്? ഈ ആദമിന് പറ്റിയ, അവന് സ്നേഹം പങ്കുവെക്കാൻ പറ്റിയ, അവന്റെ ശൂന്യത മാറ്റുവാൻ പറ്റിയ, അവന് സംസാരിക്കാൻ പറ്റിയ, അവന് ചേർന്നിരുന്ന് ഇടപെടാൻ പറ്റിയ ഏതെങ്കിലും ഒന്ന് അതിനകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ അങ്ങനെ വിട്ടത്. നിൽക്കുന്ന അമ്മച്ചിമാരും ഒക്കെ നിങ്ങൾ ഭാര്യമാരല്ല, ഭർത്താക്കന്മാർക്ക് തക്കതായ തുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ നിയമിച്ചു തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഭർത്താക്കന്മാരായ നിങ്ങൾക്ക് തക്കതായ തുണയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാര്യമാരെ ദൈവം തമ്പുരാൻ നിയമിച്ച് തന്നിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തുണയെ ഒരുക്കി തരുന്നത് സ്വയമല്ല, എനിക്കിഷ്ടമുള്ള ഒരാളെ ഞാൻ വിളിച്ചോണ്ട് വരുമല്ല. ആണോ? ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയൊക്കെ ഉണ്ട്, ലിവിങ് ടുഗദർ, പിന്നെ എന്തൊക്കെയുണ്ട്, ഇഷ്ടമുള്ളവരെ വിളിച്ചോണ്ട് വരുവാണ്. ഒരു ദിവസം മകൻ പോയി ഒരു കൊച്ചിനെ കൊണ്ട് വന്നു കഴിയുമ്പോഴാണ് മമ്മി ഇതെന്റെ ഭാര്യ എന്ന് പറയുമ്പോഴാണ് അമ്മ അറിയുന്നത്, അപ്പനും അറിയുന്നത്. അവരുടെ ഹൃദയത്തിനകത്ത് ഇടുത്തി വീഴും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യുക, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം. അവൻ തിരുവചനം വിഭാവനം ചെയ്തിരിക്കുന്നത് ദൈവം തമ്പുരാനാണ് താൻ സൃഷ്ടിച്ച തന്റെ ജനത്തിന് തക്കതായ തുണയെ ഒരുക്കി കൊടുക്കുന്നത്. അത് ദൈവത്തിന്റെ സമയത്താണ്, തക്ക സമയത്തെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ സമയമല്ല, ദൈവത്തിന്റെ സമയത്ത് പ്രാർത്ഥനയോടെയായിരിക്കുന്ന, അതിനുവേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട തന്റെ മകന് വേണ്ടി ദൈവം തമ്പുരാൻ തക്കതായ തുണയെ ഒരുക്കി കൊടുക്കും. അബ്രഹാമിന്റെ ജീവിതം, വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്ന അബ്രഹാമിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ തനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തനിക്ക് ഒരു മകനുണ്ടായി ഇസ്ഹാക്കിന് വിവാഹപ്രായമായിരിക്കുമ്പോൾ തന്റെ കാര്യസ്ഥനായ എലിയാസറിനെ താൻ പറഞ്ഞേക്കും, തന്റെ ദേശത്തേക്ക് പറഞ്ഞേക്കുകയാണ്. നീ ഇവിടെ നിന്നും എങ്ങും എന്റെ മകൻ ഒരു ഭാര്യയെ എടുക്കരുത്, എന്റെ ചാർച്ചക്കാരുടെ അടുക്കൽ പോയിട്ട് എന്റെ മകന് വേണ്ടി ഒരു ഭാര്യ എടുക്കണം. അതായത് തക്കതായ ഒരു തുണ ദൈവം കാണിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെങ്കിൽ മാത്രമേ ആ ജീവിതം, കുടുംബജീവിതം നന്നായി പോകത്തുള്ളൂ. ഈ തുണയുണ്ട്, ഇണയുമുണ്ട്. ഇണയുമുണ്ട്. ഇണയാർക്കാം? ഇണ പക്ഷിജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും തുണയല്ല, ഇണയാണ്. എന്താ ഇണയുടെ കാര്യം? ഇണ
ഇണ എന്തിനാ? നിങ്ങളെല്ലാരും വളരെ എന്തോ പ്രയാസത്തിലേക്ക് ഒന്ന് റിലാക്സ് ഒക്കെ ഇട്ടൊക്കെ ഇരുന്നു നമ്മൾ വിവാഹത്തിന്റെ ശുശ്രൂഷയും കാര്യങ്ങളും. തുണ എന്ന് പറഞ്ഞ എന്താന്ന് അറിയാം? തുണ ഭാര്യമാരെ, നിങ്ങളൊക്കെ തുണകളാ. എന്താ തുണ? ഭാര്യമാരായിരിക്കുന്നവരെന്ന് പറഞ്ഞ എന്താ തുണ? കൂടെ ഇരിക്കുക, പിന്നെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ആശ്വാസം പകർന്നു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഭർത്താവിന് കംഫർട്ട് ആയിരിക്കുക എന്നതിനർത്ഥം. ഭർത്താവ് പ്രയാസത്തിലായിരിക്കുമ്പോൾ ആശ്വാസം പകരുന്നവൾ, വേദനിച്ചിരിക്കുമ്പോൾ സാന്ത്വനിപ്പിക്കുന്നവൾ, വേദനയോടെ ആയിരിക്കുമ്പോൾ സമാധാനം പറഞ്ഞു കൊടുക്കുന്നവൾ, ദുഃഖിച്ചിരിക്കുമ്പോൾ സന്തോഷത്തിന്റെ ആശ്വാസ വാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നവൾ, അവന് ഉയരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു ഭാര്യയാണ് തക്ക തുണ എന്ന് പറഞ്ഞിരിക്കുന്നത്. തിരുവചനം പറയുന്നത് കുടുംബം പണിയുന്നതും കുടുംബം പൊളിക്കുന്നതും ആരാ? കുടുംബം പണിയുന്നതും കുടുംബം പണിയുന്നതും കുടുംബം പൊളിക്കുന്നതും ഭാര്യമാരാ. അങ്ങനല്ലേ? സാമർഥ്യമുള്ള സ്ത്രീ കുടുംബം പണിയുന്നു. അവളെ ആർക്ക് കിട്ടും? സാമർഥ്യമുള്ള ഭർത്താവിന് കിട്ടും. സാമർഥ്യമുള്ള ഭാര്യയെ കിട്ടുന്ന ആർക്കാ? സാമർഥ്യമുള്ള ഭർത്താവിനെ കിട്ടുന്നു. അതിനൊന്നും നമ്മളെ കണ്ടത് നന്നായിട്ട് ഉറങ്ങിക്കണം, അല്ലെങ്കിൽ നാളെ അവിടെ ഇരുന്ന് ഉറക്കം തോന്നും. അപ്പോ ആ രൂപരേഖ ആൽബിൻ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ വിചാരങ്ങൾക്കും അങ്ങനെയാണ്, നീ അനുസരിക്കത്തില്ല, അതാണ് ഇതാണ്, ഷാടിക്കാരിയാണ്, എല്ലാം സഹിക്കാൻ പൊറുക്കാൻ കഴിയാത്തത് കൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഭർത്താക്കന്മാരാരെങ്കിലും ഉണ്ടോ? ഞാൻ പരസ്പരം നന്നായി മനസ്സിലാക്കണം. കാര്യമായ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതല്ല ജീവിതം. നന്നായി ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ത്യജിക്കേണ്ടതായിട്ട് വരും. അല്ലേ? എത്രയോ വിവാഹ ജീവിതങ്ങളാ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുടുംബ കോടതികളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുക. 5-6 മാസം കഴിയുമ്പോൾ സംസാരം പറയും, പിന്നെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ പിന്നെ കുടുംബത്തെ സ്ഥാപിച്ചവൻ നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. പ്രാർത്ഥനയ്ക്ക് സമയം അധികം കൊടുക്കാൻ കഴിയത്തില്ല. ഒരു വലിയ ദൈവകൃപ നിങ്ങളിലേക്ക് പകരുക. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ വേണ്ട കൃപ ആ ദൈവം നിങ്ങളുടെ മേൽ ചൊരിയും. ഒരു ദേഹം ആയിത്തീരുമെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞു. മനസ്സ് ഒന്നാകണം. മനസ്സ് ഒന്നാകണമെങ്കിൽ തുറന്ന സമീപനം ഉണ്ടാകണം. ഏത് വിഷയവും ആ പങ്കാളിയോട് തുറന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു അവസ്ഥ, തുറന്നുള്ള സമയം. ഇപ്പൊ പിന്നെ ഈ മൊബൈൽ ആയതുകൊണ്ട് അച്ചായൻ മേളിലായിരിക്കും, മൊബൈലിൽ മെസ്സേജ്, അച്ചായ ഡൈനിങ് ഹാളിലേക്ക് വരിക, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെ മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോ ദൈവം ഒരു നന്മ ആൽബിന് നൽകാൻ പോവുകയാണ്. നാളെ അത് പ്രാപിക്കുവാൻ വേണ്ടി ആൽബിൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നന്മ ജീവിതത്തിൽ എല്ലാ കാലത്തും അനുഗ്രഹമായി തീരുവാൻ അവൾ തിന്മയല്ല നന്മ തന്നെ ആയിരിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അത് നാം വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ തയ്യാറായാൽ അത് ജീവിതത്തിൽ എല്ലാ കാലത്തും നന്മയായിരിക്കും. അതുകൊണ്ട് ദൈവമായ കർത്താവ് പ്രിയ ആൽബിനെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന കുടുംബസ്ഥരായിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ആ കാര്യത്തിൽ അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ കൃപ പകരുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കൂടെ കണ്ണുകളെല്ലാം ദൈവം ഭാഗം അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിച്ചല്ലോ, ദൈവകൃപ നമ്മിൽ പകർന്നോ, നമ്മെ നടത്തിയല്ലോ. പിന്നെയും നമുക്ക് നാളത്തെ നടക്കുന്ന ആ ശുശ്രൂഷകളെ വഹിച്ച് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ആ ശുശ്രൂഷകളൊക്കെ നടക്കുവാൻ കർത്താവ് സഹായിക്കണം. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. അഭിഷിക്തന്മാരെ ശക്തമായ ദൈവം കരങ്ങൾ ഉപയോഗിക്കണം. ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടതായി കുടുംബജീവിതം ദൈവം ഒരുക്കണം. അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും ഉയർച്ചകളും ദൈവം അവർക്ക് ഒരുക്കിക്കൊടുത്ത് ഉന്നതമായ വഴികളെ തുറന്നവരെ മാനിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വത്സ്യാന്റിയെ സമർപ്പിക്കാം. ദൈവം ബലപ്പെടുത്തട്ടെ, ആരോഗ്യത്തോടെ ദൈവം നടത്തട്ടെ. വത്സ്യാന്റിയുടെ പ്രിയ അപ്പച്ചനും ഇവിടെ വന്നിട്ടുണ്ട്. പ്രിയ പിതാവിനെയും ദൈവമായ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ദൈവം തന്നെയും ബലപ്പെടുത്തട്ടെ. ദൈവകൃപയാൽ നമ്മെ നിറയ്ക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥനയോടെ നാം എല്ലാവരും ദൈവത്തിന്റെ പാദപടിയായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പ്രിയ ജോയ് പാസ്റ്റർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിതമായ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കൃപയിൽ ആശ്രയിച്ച് ചില മാസങ്ങളായി ദൈവസന്നിധി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയ പൈതലിന്റെ വിവാഹ ശുശ്രൂഷയോടുള്ള പ്രാരംഭമായി ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്ന
ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി ശക്തമായി ദൈവമായ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ മകനോടും പ്രത്യേകിച്ച് കൂടി വന്ന ജനത്തോടും ദൈവിക ഉടമ്പടികളെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം നിന്റെ ഭൃത്യനെ ബലപ്പെടുത്തിയല്ലോ. കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് വരും നാളുകൾ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കപ്പെടുന്നതായ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലും ദൈവമായ കർത്താവ് അതൊരു അനുഗ്രഹമായി തീരത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളെ ഓരോ കുടുംബത്തെയും ഒരുക്കണം. പ്രത്യേകാൽ നിന്റെ പ്രിയ പൈതലിനെയും ദൈവം അതിനായി ബലപ്പെടുത്തണം. കർത്താവ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമായ കർത്താവ് ശുശ്രൂഷിപ്പാൻ ദൈവം തന്റെ ഭൃത്തിനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവമായ കർത്താവ് സ്തുതിക്കുന്നു. തുടർന്ന് നാളത്തെ പ്രഭാതത്തിൽ ദൈവമായ കർത്താവ് സ്തുതിക്കുന്നു. കർത്താവ് പ്രിയ പൈതന്റെ വിവാഹ ശുശ്രൂഷ ദൈവമായ കർത്താവ് ശ്രേഷ്ഠകരമായ ഒരു അനുഭവം. അവൻ സ്തോത്രം. ദൈവമായ കർത്താവ് ദൂതന്മാർ നമ്മെ കുനിഞ്ഞു നോക്കുന്ന വിധത്തിൽ ഒരു വലിയ ആത്മീയ അന്തരീക്ഷത്തില് ആ ശുശ്രൂഷ നടക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കണം. അത് ദൈവമായ കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ദൈവമേ അമ്മയെ സ്തുതിക്കുന്ന ഹല്ലേലൂയ. എന്റെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അമ്മയെ സ്തോത്രം സഹോദരങ്ങള് ദൈവമേ പ്രിയപ്പെട്ടവർ അമ്മയെ സ്തോത്രം ദേശനിവാസികള് അമ്മയെ സ്തോത്രം കടന്നു വരുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവമായ കർത്താവ് സ്തുതിക്കുന്നു. പ്രത്യേകം രക്ഷിക്കപ്പെടാത്ത ദൈവമേ സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് ഈ ശുശ്രൂഷ അമ്മേ സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദൈവമായ കർത്താവ് ഈ വിവാഹം എന്തെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവരുടെ ഉള്ളത്തിൽ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. അമ്മേ സ്തോത്രം അനേക ജീവിതങ്ങൾ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ സഹായിക്കണം. അതിനായി അമ്മ ഒരുക്കപ്പെട്ട് കടന്ന് ക്രമീകരിച്ചിരിക്കുന്ന ദൈവഭൃത്യന്മാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. അമ്മേ സ്തോത്രം നാളത്തെ പകൽക്കാലം ദൈവമായ കർത്താവ് ഒരു തേജസ്സിന്റെ ശുശ്രൂഷ ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. പ്രത്യേകം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ സ്തോത്രം കർത്താവ് നാളുകളിൽ പ്രവർത്തിച്ചതുപോലെ അമ്മേ സ്തോത്രം ആ സ്വർഗീയ മേഘം ദൈവമായ കർത്താവ് ഞങ്ങൾ കൂടി വരുന്ന ആഡിറ്റോറിയത്തിന് മീതെ അവിടുന്ന് കർത്താവ് വസിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് മഹത്വം. കർത്താവ് ഈ ശുശ്രൂഷ ഈ വിവാഹം ഇവിടെ നടക്കുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു വിവാഹ ശുശ്രൂഷകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ പഠനം കൂടി ദൈവമായ കർത്താവ് ഇതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇടയാക്കണമെന്ന് അടിയനെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പൈതലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവേ, നീ സകലതും അറിയുന്നല്ലോ, നീ എല്ലാം അറിയുന്നല്ലോ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് മഹത്വം. അറയിൽ അടിസ്ഥാനമിട്ട ഒരു കുടുംബമായി ഈ ദേശത്ത് കർത്താവ് സ്തുതിക്കുന്ന ഹല്ലേലൂയ. ഒരു മലമേലെന്ന പട്ടണം പോലെ ശോഭിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനെ അനുഗ്രഹിക്കണം. അതിനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹോദരന്മാരെ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തുതിക്കുന്ന ദൈവമേ സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവ് നിന്റെ വരവ് വരെയും ദൈവമായ കർത്താവ് ഈ സഹോദരി ബന്ധങ്ങൾ നിലനിൽക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സമാധാന കൂട്ടായ്മ പ്രത്യേക നാളെ നടക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ അവസാന നിമിഷം വരെ കർത്താവ് സ്തോത്രത്തിന്റെ വരും സാന്നിധ്യം ദൈവമായ കർത്താവ് കൂടെ ഇരുന്ന് അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. കർത്താവ് ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം വെച്ച് ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകി തെരുമാറണം. മുഖാന്തരങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായ പ്രതിഫലത്തെ കൊടുത്താട്ടെ. ഭക്ഷിച്ച് ബലപ്പെട്ട ഞങ്ങളുടെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ നിങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ.
യേശുവേ കാഴ്ചയായി നേകുവാനോ അശ്രുകണം മാത്രമേ ഇത്രയേറെ സ്നേഹമേകാൻ എന്തെന്തോ നന്മയുള്ളൂ തിന്മയല്ലാതൊന്നുമില്ലേ സമ്മത്യമായ എൻ്റെ കയ്യിൽ മുറിവുകളേറെ ഞാൻ വരുത്തി നിന്നേനിൽ കാരിരുമ്പാണികൾ തറച്ചു നിൻ മാനസേ അനുദപിച്ചിടുവാനായി അറിയാതെ പോയതോ അനുദപിച്ചിടുവാനായി അറിയാതെ പോയതോ നീ പൂർണ്ണമായി ക്ഷമിക്കണേ ഇത്രയേറെ സ്നേഹമേകാൻ എന്തെന്തോ നന്മയുള്ളൂ തിന്മയല്ലാതൊന്നുമില്ലേ സമ്മത്യമായി എൻ്റെ കയ്യിൽ നീ തരുന്ന നന്മകൾ ഞാൻ പങ്കുവെച്ചിടാനായി അന്യരെ ഞാൻ എന്ന പോ സ്നേഹിച്ചിടുവാനായി തരിക നിൻ തിരുവരങ്ങൾ എനിക്കായെന്നാത്മനേ തരിക നിൻ തിരുവരങ്ങൾ എനിക്കായെന്നാത്മനേ നീ സ്നേഹമായി ചൊരിഞ്ഞിടൂ Jesus is mine. Oh, wonderful things of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. Angels descending, bring from above echoes of mercy, whispers of love. This is my story, this is my song, praising my Savior all the day long. This is my story, perfect submission, all is at rest. Praise
എത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ എത്ര നല്ല സ്നേഹമേ നന്ദി